കോവിയണ്ണനാണ് സബ്ജക്റ്റ്. ആക്ച്വലി കോവിയണ്ണനെ പറ്റി വല്ലതും പറഞ്ഞാൽ ഫേസ്ബുക്ക് എല്ലാവരോടും എന്നെ പച്ചത്തെറി വിളിക്കും. കോവിയണ്ണൻ അത്ര ഫാൻസാണ്. എനിക്ക് കോവിയണ്ണനെ പറ്റി 2 കാര്യമാണ് പറയാനുള്ളത്. 2-3 കാര്യം. ആദ്യത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം, ഇങ്ങേർക്ക് സാംസ്കാരിക ബോധമില്ല. 2 പൊതുബോധമില്ല. 3 തൻ്റെ പൊസിഷൻ എന്താണെന്നുള്ള തിരിച്ചറിവില്ല. 2-3 കാര്യങ്ങളിൽ 3 ആയില്ലേ. ആദ്യത്തെ കാര്യം സാംസ്കാരിക വശം പറയാം. അല്ലയോ സംസ്കാര സമ്പന്നനായ മനുഷ്യ, ഓരോരുത്തരും അവരവരുടെ അന്നത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. അങ്ങക്ക് കാര്യം പിടികിട്ടിയില്ലല്ലേ? അതിലേക്ക് വരാം. നമുക്കൊരു വീഡിയോ കണ്ടാലോ? ആ വീഡിയോയ്ക്കകത്ത് എനിക്ക് പറയാനുള്ള കാര്യമുണ്ട്. നമുക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം ലഭ്യമാണ്. അതിലേക്ക് നിങ്ങൾക്കറിയാനുണ്ടോ? ചോദിക്കൂ. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. ഇന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കൂ പ്ലീസ്. ഇതൊരു വ്യക്തിപരമായ സന്ദർഭം ഇല്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കുന്നു. സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും, എടുത്തോട്ടെ. നിങ്ങളിത് ആടിനെ തമ്മിൽ തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. ഇച്ചൊരു ഡൗട്ടേ, ഈ 15 അംഗ പവർ ഗ്രൂപ്പിൽ ഒരു മന്ത്രി ഉണ്ടെന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ഇങ്ങേരെ ആയിരിക്കുമോ? കേന്ദ്രമായതുകൊണ്ട് ചാൻസ് ഉണ്ടോ? നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഗണേശ് എന്നല്ലേ, ഇനി ഇങ്ങേരെങ്ങാണോ? അതുകൊണ്ടാണ് ഈ കലിപ്പ്. അല്ല, ഇപ്പം എന്തിനിപ്പോൾ ദേഷ്യപ്പെടുന്നേ? ഇങ്ങനൊരു സിനിമ നടനല്ലായിരുന്നോ? അല്ലായിരുന്നു എന്നല്ല, ആണല്ലോ. ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തി തന്നെയല്ലേ. പിന്നെന്താ ഈ ചോദ്യത്തിന് എന്താ കുഴപ്പം? ഒരു സിനിമാ നടൻ്റെ അടുത്ത് മിക്കവാറും ഇവർ 3 പേരുമായിരുന്നല്ലോ അന്നത്തെ പ്രമുഖ നടന്മാർ. 2020 സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നത് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ്, അങ്ങനെയല്ലേ? ജനപ്രിയ നായകൻ എന്നുള്ളത് ദിലീപിന് കൊടുത്തിരിക്കുന്നത്. ബാക്കി അന്നത്തെ 3 പേരെന്ന് പറയുന്നത് ഒരു 3 പേര് തന്നെ 3 പില്ലേഴ്സ്. അല്ലയോ മനുഷ്യ, ഒരു കാര്യം അറിയാത്തത് കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. സാംസ്കാരികമായി നിങ്ങൾക്കൊന്നും അറിയത്തില്ല എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. ഒരാളുടെ തൊഴിൽ, അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ അറിയണം. നിങ്ങളുടെ തൊഴിൽ എന്താണ്? മന്ത്രി സ്ഥാനത്ത് കയറി കുത്തിയിരിക്കാം. അതിന് പ്രത്യേകിച്ച് ഇതൊന്നും വേണ്ട. ഇതുപോലെ ഒരു ആഷ് പുഷ് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ, മണ്ടന്മാരായ തൃശ്ശൂർ സ്വദേശികൾ നിങ്ങൾക്ക് വോട്ട് കുത്തിത്തരും. നിങ്ങൾ ആ പൊസിഷനിൽ കയറി കുത്തിയിരിക്കാം. അത്രയല്ലേ ഉള്ളൂ. അതേ നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. അതിനപ്പുറം നിങ്ങളെ കൊണ്ട് വേറെ എന്തെങ്കിലും വാടിക്കാൻ പറ്റൂ? ജനാധിപത്യം എന്താണെന്ന് അറിയാത്ത, സംസ്കാരം എന്താണെന്ന് അറിയാത്ത മനുഷ്യരാണ് നിങ്ങളെന്ന് ഞാൻ പറയും. എന്തുകൊണ്ടെന്നറിയാമോ? ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ പോലും അവഹേളിക്കുന്ന രീതിയിലാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. എന്തായിരുന്നു അവഹേളനം എന്ന് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു. ആ അവഹേളനമാണ് ഉത്തമ. ഇത്രയേ ഉള്ളൂ. എന്തായിരുന്നു? നിങ്ങൾ പറഞ്ഞു, എനിക്ക് അടുത്ത ജന്മത്തിലെങ്കിലും ഒരു ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്ന്. അതായത് ഇത്തവണ ജനിച്ചത് കൊള്ളത്തില്ലെന്ന്, അച്ഛൻ എന്നെ വേറൊരു രീതിയിലാണ് ജനിപ്പിച്ചത്. ഈ ജാതി മത സമ്പ്രദായമൊക്കെ നമുക്ക് നമ്മുടെ പേരൻസ് തരുന്നത്. അപ്പം ഞാൻ ഇസ്ലാമായി ജനിച്ചത് എൻ്റെ കുറ്റമല്ല, എൻ്റെ അമ്മച്ചിയുടെ കുറ്റം. അമ്മച്ചിയാണ് എന്നെ ഇസ്ലാമാക്കിയത്. പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ. കോടതി തീരുമാനിക്കും. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇംപെൻഡിങ് ആണ്. അത് അന്നേരം നടക്കും. ഞാൻ പറയാനുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു. കോടതി അതിനാണ്. അന്വേഷണം നടക്കട്ടെ. കോടതി പറയും. എന്താ പറഞ്ഞ? നല്ലൊരു പ്രതിപക്ഷം പോലും അല്ല അങ്ങേര് പറഞ്ഞ എന്താണെന്നറിയാമോ? ഹേമ കമ്മിറ്റിയിൽ 16ഓളം പേജുകൾ മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ആയ പേജുകൾ പുറത്തേക്ക് വരണ്ടേ സേട്ടാ? അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിക്കുന്നത്. ഒരു നല്ല പ്രതിപക്ഷക്കാരനാണെങ്കിൽ അതൊരു നല്ലൊരു പോയിന്റാണ്. ഒരു പൊസിഷൻ കിട്ടുന്നിടം വരെ വായ്ത്താളം അടിക്കുക. തൃശ്ശൂരിനെ ഞാൻ അങ്ങ് എടുത്തു എന്ന് പറഞ്ഞു. തൃശ്ശൂരിൻ്റെ അവസ്ഥ നിങ്ങൾ പറയല്ലേ? ആ വഴിയിലൊന്നും പോകാൻ പറ്റത്തില്ല. റോഡ് മുഴുക്ക കുഴിയ. കട്ടറി വീണ് എൻ്റെ വണ്ടി പഞ്ചറായി. ഞാൻ അതിനേക്കാൾ പഞ്ചറായി. അമ്മാതിരി ഒരു സ്ഥലമാണ് തൃശ്ശൂരായി മാറിക്കൊണ്ടിരിക്കുന്നത്. കൊടുത്തപ്പോൾ ഓർക്കണമായിരുന്നു. ഇനി ഇതിൻ്റെ ഗതി അതോ ഗതി എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവായി നിന്നുകൊണ്ട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുടെ സൂചനയാണ് അയാൾ കൊടുത്തിട്ടുള്ളത്. അതുപോലും മനസ്സിലാകാതെ മണ്ടൻ. ഞാൻ പറഞ്ഞു ഇയാൾക്ക് എന്താ ചതുർത്ഥിയാണോ ഈ മീഡിയ പേഴ്സൺസിനെ കാണുമ്പോൾ? ചെയ്ത തെറ്റ് അംഗീകരിക്കാനും ചെയ്ത തെറ്റ് മനസ്സിലാക്കാനും തയ്യാറാകാത്ത വ്യക്തിയാണ് ഏറ്റവും വലിയ പരാജയമെന്ന് ഞാൻ പറയും. ഒരു പെൺകുട്ടി അവളുടെ സമ്മതമില്ലാതെ തൊഴിലിടങ്ങളിൽ അവളുടെ ദേഹത്ത് സ്പർശിക്കുന്ന തെറ്റ് ആണ് എന്നുള്ള നിയമവശം മനസ്സിലാക്കാതെ മണ്ടൻ.
അതിനെതിരെ ഭയങ്കരമായി തർക്കിച്ച് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നും ഒരുപാട് പെൺകുട്ടികളെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ കണ്ടു. ഇഷ്ടത്തോടു കൂടി ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന പെണ്ണുങ്ങളെയും ഇഷ്ടമില്ലാതെ നീങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങളെയും തമ്മിൽ കമ്പാരിസൺ നടത്തരുത്. ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല എന്ന് തന്നെയാണ്. നോ മീൻസ് നോ. അത് മനസ്സിലാക്കാതെ ഇയാൾ ചെയ്യുന്ന ഈ പ്രവൃത്തി ഉണ്ടല്ലോ, ഈ ഒരു വിഷയത്തിന് മാധ്യമപ്രവർത്തകയ്ക്ക് ഏർപ്പെട്ട ഈ ബുദ്ധിമുട്ടിന് ശേഷം പുള്ളി പെൺകുട്ടികളെ കാണാൻ തന്നെ വിസമ്മതിക്കുകയാണ്. ഒരു വിഷയമായി നമ്മൾ ചെന്നാൽ പെണ്ണാണെങ്കിൽ പറ്റൂല എന്ന് പറയും, പ്രത്യേകിച്ച് മീഡിയ പേഴ്സൺ ആണെങ്കിൽ ഒട്ടും പറ്റൂല എന്ന് പറയും. അത്ര പേടിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? നിങ്ങൾ മകളെ പോലെയാണ് ആ കുട്ടിയെ കൺസിഡർ ചെയ്തെങ്കിൽ ബാക്കി വരുന്ന പെണ്ണുങ്ങളെല്ലാം അവളെ പോലെ കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്താ? തെറ്റെവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. തിരുമണ്ടൻ്റെ അടുത്ത് മയക്കം കൊണ്ടുപോയ ആൾക്കാരെ വേണം തല്ലാനായിട്ട്. ഇപ്പം വരും കുറേ എണ്ണം വെട്ടുക്കിളികൾ എന്നെ കൊന്നു കൊല വിളിക്കാൻ. നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കേറ്റാതെ നിങ്ങൾ ചോദിച്ചു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. താങ്ക് യു. ഒരു കേന്ദ്രമന്ത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ രാവിലെ പ്രാതലിന് എന്തായിരുന്നു എന്നാണ് മാധ്യമപ്രവർത്തകർ കാത്തു നിൽക്കുന്നവർ ചോദിക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ. ജനങ്ങൾ നിസ്സഹായം. ആ പെങ്കൊച്ച് തగ్గടിച്ച് അവള് പറഞ്ഞതാണ് ശരി. കേന്ദ്രമന്ത്രി എന്ന പൊസിഷൻ എന്താണെന്ന് പോലും അറിയാത്ത ഒരു വാഴയ്ക്ക മണ്ഡപത്തിന്റെ അടുത്ത് മയക്കം കൊണ്ടുപോയ നിങ്ങളാണ് മന്ദബുദ്ധികളെന്ന് ഞാൻ പറയും. ഒന്നാമത്തെ കാര്യം, ചോദ്യം വളരെ ജനുവിനാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന പ്രാതലിന് എന്താന്ന് ചോദിക്കും. ശരി, വീട്ടിൽ നിന്ന് വരുന്ന പ്രാതലിന് എന്താ? അത് പുട്ട തള്ളണ്ടേ? അതുകൊണ്ടാണ്. അടുത്ത് ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഓഫീസിന്റെ കാര്യം ചോദിക്കണം. ഇയാളുടെ പൊസിഷൻ എന്താന്ന് പോലും ഇയാൾക്ക് അറിയത്തില്ല. ഏത് പൊസിഷനിലാണോ ഇയാൾ ഇരിക്കുന്നത്? ഇയാൾ ഇരിക്കുന്ന പൊസിഷൻ ജനപ്രതിനിധിയാണ്, മന്ത്രിയാണ്, കേന്ദ്രമന്ത്രിയാണ്. മാത്രവുമല്ല താനൊരു ഫിലിം ആക്ടർ ആയിരുന്നു, ഇപ്പോഴുമാണ്. അങ്ങനെയുള്ളപ്പോൾ തങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചില വിഷയങ്ങളിൽ താങ്കൾ മറുപടി പറയാൻ അർഹതയല്ല. അതിനെന്താ പറയാ, താങ്കൾ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. ആ മറുപടി പറയാനില്ലാത്തതിന് നിങ്ങളുടെ അന്യമാണിതെന്ന്. അപ്പം നിങ്ങളുടെ അന്യം എന്തുവാ? നിങ്ങൾ ജാതീയ വർഗീയതയല്ലേ പറയണത്? ഞാൻ ഈ പറയുന്ന ലോക ജനസംഖ്യയിൽ 16% വരുന്ന യുക്തിവാദികളെ ശപിച്ച് ഞാൻ ഭസ്മമാക്കുമെന്ന് പറയുന്ന ഭസ്മാസുരനാണ് ഞാൻ, അറിയാമോ? അത് നിങ്ങളുടെ അന്യമല്ലായിരുന്നോ? ഈ പറയുന്ന 16% മനുഷ്യരായിട്ട് വരത്തില്ലേ? നിങ്ങളുടെ വിശ്വാസം വിശ്വസിക്കുന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രം അവരെ ഭസ്മമാക്കും, കൊന്നുകളയും എന്ന് പറയാതെ പറഞ്ഞൊരു ആളല്ലേ ഇങ്ങേര്. പിന്നെ പെൺകുട്ടികളോടുള്ള ഇങ്ങേരുടെ ഒരു രീതി, ഇത് ഒരു പെൺകുട്ടി അവൾക്ക് പെർമിഷൻ ഇല്ലാതെ അവളുടെ ദേഹത്ത് കൈവച്ചപ്പോൾ തട്ടിമാറ്റുകയും വീണ്ടും കൈവയ്ക്കുമ്പോൾ വീണ്ടും തട്ടിമാറ്റുകയും ചെയ്യുമ്പോൾ അതിനെ വക്രീകരിച്ചുകൊണ്ട് സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തൊരു വൃത്തികെട്ട മനസാക്ഷിയുള്ള ഒരു മനുഷ്യനാണ് ഇയാൾ. വല്ലാത്തതൊരു മനസാക്ഷിയാണ് ഇയാൾക്കുള്ളത്. അങ്ങനെയുള്ള ഒരുത്തനെ വീണ്ടും ബൂസ്റ്റപ്പ് ചെയ്യാൻ അങ്ങോട്ട് തള്ളി കയറിയിട്ടല്ലേ. പിന്നെ എനിക്ക് നല്ല സംശയമുണ്ട്, ഈ മന്ത്രിമാരെന്ന് പറയുമ്പോൾ ഇയാളാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. പിന്നെ ഈ ചൂടും ബഹളമൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉദ്ദേശിക്കാം എവിടെയോ എന്തേരോ പെല്ലിങ് മിസ്റ്റേക്കുകൾ എവിടെയോ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്രയേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ അറിയാം. കൂടുതൽ പെൺകുട്ടികൾ മുൻപോട്ട് വന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കും. പിന്നെ ഒരു പോയിന്റ് അയാൾ പറഞ്ഞത് കറക്റ്റാണ്. അലിഗേഷൻസേ ഉള്ളൂ, ആരോപണങ്ങളേ ഉള്ളൂ. ആരോപണം കൃത്യമായി തെളിയിക്കപ്പെടുന്ന രീതിയിൽ ഒരു അന്വേഷണം പോലും നടത്തുന്നില്ല. സർക്കാർ നിസ്സഹായരാണ്, അക്കാര്യം പറയുക എന്നതിനപ്പുറം നിങ്ങളുടെ പടച്ചോറ് ഇതാണ്, നിങ്ങളുടെ ഇതാണ് എന്ന് പറഞ്ഞ് ഇഴത്തുമ്പോൾ തിരിച്ചങ്ങോട്ടൊരു ചോദിച്ചാൽ അണ്ണാക്കി പിരിവെട്ടൂലേ മനുഷ്യ? അറിയാത്തോണ്ട് ചോദിക്കണം. നിങ്ങൾക്ക് എന്തിൻ്റെ കിഴപ്പാണ്? കുത്തിക്കിഴപ്പാണ്. അല്ലെങ്കിൽ ഈ തൃശ്ശൂർക്കാരെ കേരളത്തിൽ നിന്ന് എടുത്ത് ദൂരെ കളയണം. നിങ്ങൾക്കിത് കിട്ടിയാൽ പോലെ ഇതിൻ്റെ അപ്പുറം കിട്ടണം. സാംസ്കാരിക സമ്പന്നമായ തൃശ്ശൂർക്കാർ അവരുടെ ജാതി മത വ്യത്യാസങ്ങൾ അങ്ങോട്ട് തള്ളിക്കയറ്റി കൊടുത്തപ്പോൾ അതിനനുസരിച്ച് വോട്ട് കുത്തി കൊടുത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇതുപോലെ തിരുമണ്ടന്മാർ ആപ്പോസിറ്റിന് കയറിയിരിക്കുന്നത്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന വ്യക്തിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബോധം ഉണ്ടായിരിക്കണം എന്നുള്ള മിനിമം ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. പോട്ടെ, കുറേ കാലമായിട്ട് അവിടെ നിന്ന് കരഞ്ഞ് മെഴുകുന്നുണ്ട്, ഒരു വട്ടം ജയിപ്പിച്ചുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കാൻ ഇതൊക്കെ ധാരാളമാണ്. ചോദിച്ച വിഷയം എന്ത്, ആ വിഷയത്തിൽ തൻ്റെ അഭിപ്രായം പറയേണ്ട ഇത് എന്താണ്, അനിവാര്യ ഘട്ടം എന്താണെന്ന് പോലും ബോധമില്ലാത്ത ഒരു പോങ്ങൻ. പറയേണ്ട കാര്യം കൃത്യമായി പറയേണ്ട സ്ഥലത്ത് പറഞ്ഞാലേ കാര്യമുള്ളൂ. ഇത്രയധികം മനുഷ്യർ മെനക്കെട്ട് അവിടെ വന്ന് മയക്കം കൊണ്ട് ഇയാളെടുത്ത് ഇയാളുടെ മോടെ കല്യാണത്തെ കാര്യമാണോ ചോദിക്കുന്നത്? അല്ലല്ലോ. പൊതുസമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികൾ ബാധിക്കപ്പെട്ട ഒരു വിഷയമാണ്. കൽക്കട്ടയിൽ ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെയാ? ഇയാളുടെ സർക്കാരല്ലേ റേപ്പിസ്റ്റുകൾക്ക് മാലയിട്ട് സ്വീകരിക്കുന്നത്. 12 പേരെ മാലയിട്ട് തൊണ്ടയ്ക്കകത്തേക്ക് സാധനം കുത്തിക്കയറ്റി കൊടുത്ത് അങ്ങനെ സ്വീകരിക്കുന്ന ഒരു പ്രത്യേകതരം സർക്കാരിൻ്റെ അടിമയായിരിക്കുന്ന അടിമഗോപിക്ക് ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ വിഷമം എന്ത് മനസ്സിലാകാനാണ്? തങ്ങളുടെ കുട്ടികൾ സേഫാണ്. ഇത് തന്നെയാണ് മമ്മൂട്ടിയുടെയും. അയാളുടെ മകളോ മരുമകളോ അയാളുടെ വീട്ടിലുള്ള പെൺകുട്ടികളോ സിനിമയിലേക്ക് പോകുന്നില്ല എന്നതുകൊണ്ട് തന്നെ അയാൾക്ക് വ്യക്തമായ ധാരണയുണ്ട് ഈ സിനിമാ ഫീൽഡിൽ നടക്കുന്ന ക്രൈം എന്താണെന്ന്.
വിടാത്തവർ മറ്റൊന്നും കൊണ്ടല്ല, അവർ മോഡേണായി നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് പുരോഗമനോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ വീട്ടിലെ പെൺകുട്ടികളെ സുരക്ഷിതരായി നിർത്തുന്നതിൻ്റെ റീസൺ ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നാണ്. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു രീതിയിൽ ഒരു അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം വരുമ്പോൾ അല്ലെങ്കിൽ അതിനുള്ള ഇത് വരുമ്പോൾ എന്തുകൊണ്ട് മിണ്ടായിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. മുമ്പ് തിലകന്റെ വിഷയത്തിലും മമ്മൂട്ടി ഇത് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. തിലകൻ പറഞ്ഞു, എനിക്ക് മീഡിയേറ്ററായിട്ട് ഇരിക്കാൻ മമ്മൂട്ടി വരുമെങ്കിൽ ഞാൻ ചെയ്യാം. അന്ന് മമ്മൂട്ടി പറഞ്ഞ എന്താണെന്ന് അറിയാമോ, എനിക്ക് ഇപ്പോൾ ഇതും പറഞ്ഞിട്ട് തിലകന് വേണ്ടിയിട്ട് മറ്റേ അമ്മയെ ശത്രുക്കളാക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തിൻ്റെ ബുദ്ധി വേറെ ലെവലിലാണ് പോകുന്നത്. ഞാൻ ഇത് മീഡിയേറ്ററായിട്ട് വന്നിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അമ്മ സംഘടന എനിക്ക് എതിരായിട്ട് വരും. അപ്പോൾ ഞാൻ തിലകൻ്റെ ഒപ്പം നിൽക്കേണ്ട അവസരം, ഇയാൾക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടും. ഒരുതരം ആക്രാന്തം. ഒരു പരിധി കഴിഞ്ഞാൽ മനുഷ്യന് തോന്നേണ്ട ഒരു പ്രത്യേക തരം തോന്നലുണ്ട്. അതായത് നമ്മൾ പറയുന്ന ഒരു രീതി പറയാം, ഒരുപാട് പേര് നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് എടുത്ത് കാണിക്കാൻ പറ്റും. നിറകുടം തുളുമ്പില്ല എന്ന് പറയും. ഇത് നിറഞ്ഞ കുടമല്ല, അല്പനാണ്. അതുകൊണ്ടാണ് കിട്ടിയത് പോരാത് ആക്ര. അയാളുടെ പൊസിഷൻ എന്താണെന്ന് അറിയത്തില്ല. ഒരു 2 സിനിമ തന്നെ ഇനഫാണ് ഒരു വ്യക്തിക്ക്. അയാളുടെ പേഴ്സണാലിറ്റി ആളുകളിലേക്ക് എത്താൻ അത് മാത്രം മതി. സിനിമ കിട്ടണം, കൂടുതൽ പണം കിട്ടണം എന്നുള്ള ഒരൊറ്റ വാശിപ്പുറത്ത് അയാൾ മൗനം അവലംബിക്കുകയാണ്. ഇനി ഈ വയസ്സിലും അയാൾക്ക് അത് തന്നെയാണ് ആഗ്രഹം, മരണം വരെ സിനിമ ചെയ്യുക എന്നതിനപ്പുറം ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കണം എന്നുള്ളതില്ല. അയാൾ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളത് അയാളുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അയാളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നിടത്ത് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരുപാട് മനുഷ്യർ അയാളുടെ സിനിമകളിൽ അയാൾ ചെയ്യുന്ന ക്യാരക്ടറിനെ ഉൾക്കൊണ്ടുകൊണ്ടും അതിൽ നിന്നാണ് അയാളെ ഇൻസ്പയർ ചെയ്തിട്ട് അയാളെ ഇഷ്ടപ്പെടുന്നത്. സിനിമകളിലൊക്കെ തന്നെ മിക്കവാറും സിനിമകളിലൊക്കെ തന്നെ സ്ത്രീകളെ സംരക്ഷിക്കുന്ന, സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന മഹാനടന്മാരാണെന്ന് ഓർത്തുകൊള്ളണം. ആ ഇൻസ്പിറേഷനാണ്, അല്ലാതെ മമ്മൂട്ടി എന്ന വ്യക്തിയുടെ ജീവിതം നോക്കിയിട്ടല്ല ആരും അയാളെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അയാൾക്ക് ചില റെസ്പോൺസിബിലിറ്റികളുണ്ട്. ഇതേപോലെ തന്നെയാണ് മോഹൻലാലിനായാലും സുരേഷ് ഗോപിക്കായാലും. ഇതൊന്നും മനസ്സിലാക്കാതെയുള്ള, പൊതുബോധമില്ലാത്ത ഇങ്ങനെയുള്ള കുറേ ഓന്മാരെ നമ്മളാണ് കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്ത് മുന്നോട്ട് വിടുന്നത്. ഇവരെ ഒന്നും ഒരു രീതിയിൽ അംഗീകരിക്കാനോ സഹകരിക്കാനോ തയ്യാറാകാതെ പൊതുസമൂഹം റിജക്റ്റ് ചെയ്യുക എന്നാണ് വേണ്ടത്. റിജക്റ്റ് ചെയ്തേക്കുക, കളഞ്ഞേക്കുക, അതാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് വേണ്ടത്. ഈ പറയുന്ന മാധ്യമക്കാരൊന്നുമല്ല എന്ന് പറയുമ്പോൾ മാധ്യമങ്ങളാണ് ഇവരെ വളർത്തിയതെന്നുള്ളതൊരു ബോധം ഇവർക്ക് വേണ്ടേ? ഇവൻ ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ച ഉടനെ ഇത് മാധ്യമത്തിൽ കൂടെ അച്ചടിച്ച് വന്നാലേ 10 പേര് അറിയുള്ളൂ. ഇപ്പം അവിടെ സിനിമ ഇട്ടെന്ന് എങ്ങനെ അറിയുന്നു? ഇന്ന തിയേറ്ററിൽ ഇന്ന കളി നടക്കുന്നുണ്ടെന്ന് മാധ്യമത്തിൽ വന്നാൽ മാത്രമല്ലേ നമ്മൾ അറിയുള്ളൂ. ഈ സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുക്കുന്നത് ആരാണ്? മാധ്യമപ്രവർത്തകർ തന്നെയല്ലേ. എന്താണ് അവരെ ഇതിനെ കളിയാക്കുന്നത്? കേന്ദ്രമന്ത്രിയാവാൻ വലിയ പഠിത്തമൊന്നും വേണ്ട, പക്ഷെ മാധ്യമപ്രവർത്തനത്തിന് പഠിത്തം വേണം. എഫർട്ട് എത്രയാണെന്ന് അറിയാമോ? രാത്രി പകലെന്നില്ലാതെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന മനുഷ്യരെ അവഹേളിക്കാൻ ഇയാൾക്കാരാണ് അധികാരം കൊടുത്തത്. 4ാം തൂണെന്നാണ് പറയുന്നത് മാധ്യമത്തിനെ. അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകരെ അവഹേളിക്കുന്ന ഇയാളെ എന്താ ചെയ്യേണ്ടത്? ഇയാളുടെ അടുത്ത് മയക്കും കൊണ്ട് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഇയാൾക്ക് കിട്ടിയ പൊസിഷന്റെ അഹങ്കാരമാണ് ഇയാൾ കാണിക്കുന്നതെന്ന് ഞാൻ പറയും. ഇതിന്റെ പേരിൽ എന്നെ പൊങ്കാലയിടാൻ വരുന്ന സംഘികളെ കുറച്ചു നേരം ഇരുന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കും. നിങ്ങളുടെ പാർട്ടി മെമ്പർ ആണ് എന്നൊരൊറ്റ കാരണം കൊണ്ട് അയാളുടെ പൊട്ടത്തരത്തിന് വളം വെച്ച് കൊടുക്കണം. പൊട്ടന്മാർ നിങ്ങളുടെ കൂടെ കൂടുതലുണ്ടെന്നുള്ളതിന് തെളിവാണ് ഈ ഒരു വസ്തുതയെ കളിയാക്കിക്കൊണ്ട് കൃഷ്ണകുമാർ പറഞ്ഞ ആ വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ്. അയാൾക്ക് കൊണ്ട് 4 പെൺമക്കൾ. 4 പെൺമക്കൾ ആരെങ്കിലും എവിടെയെങ്കിലും ഇട്ട് ഞവടി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നുള്ള ടേമാണ് അയാൾ ആ കളിയാക്കൽ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നന്ദി, നല്ല നമസ്കാരം.